ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഹ്യൂജ് ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒന്ന് കാണാം. അതും നമുക്ക് ബീഡ്സ്, ബ്രേസ്ലെറ്റും ബീഡ്സും ബ്രേസ്ലെറ്റൊക്കെ ചെയ്യാനുള്ള പ്രോഡക്റ്റാണിത്. മറ്റേ ബീഡ്സിൻ്റെ ബ്രേസ്ലെറ്റൊക്കെ വരുമല്ലോ, അതിൻ്റെ. അതായത് സൗഗാർപേട്ട അല്ലെങ്കിൽ പാരീസിലൊക്കെ പോയിട്ടാണ് ഞാൻ ബൾക്കായിട്ട് വാങ്ങാറുള്ളത്. പക്ഷേ നമുക്ക് ഓൺലൈനിൽ ചിലത് അവിടെ കിട്ടാത്തത് നമുക്ക് വന്നിട്ട് ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് പോകാനൊക്കെ ഇവിടെ നിന്ന് 1 ഹവറിൻ്റെ മുകളിൽ ട്രാവലുണ്ട്. ചിലപ്പോൾ ഞാൻ പോകാൻ മടി പിടിച്ചിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്യും. അങ്ങനെ ഒരു പ്രോഡക്റ്റാണ്. ആക്ച്വലി ഞാനിത് ആക്രാന്തം മൂത്തിട്ട് ആദ്യം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയെന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് ടൈമാണ് ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങുന്നത്. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലിങ്ക് കണ്ടിട്ട് വാട്സപ്പിൽ കൂടി ഓർഡർ ചെയ്തതാണ്. നമുക്ക് വന്നിട്ട് പ്രോഡക്റ്റ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കണമല്ലോ, പ്രോഡക്റ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതിൽ ഞാൻ കുറച്ച് ബീഡ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്, ക്രാക്കിൾഡ് ബീഡ്സ്. അതുപോലെ തന്നെ ചിലതൊക്കെ നമുക്ക് വന്നിട്ട് ഡിസൈൻസ് പുതിയതായിട്ട് വരുന്നതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈവിൾ ഐ, നിറയെ പേര് ഇപ്പോൾ ഈവിൾ ഐയുടെ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അത് കുറേ വാങ്ങി. ഈ ഈവിൾ ഐ എന്ന് പറയുന്നത് ഇത് ഒറിജിനലൊന്നും അല്ല, ചുമ്മാ വെറുതെ. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ ബീഡ്സൊക്കെ നമുക്ക് വന്നിട്ട് കാണുമ്പോൾ കളറൊക്കെ മിക്സ് ആയിട്ടുള്ള കളറിൽ കിട്ടുന്നുണ്ട്. നിറയെ പേര് ഈ ബ്രേസ്ലെറ്റൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് ഒരു സ്ട്രിപ്പ് നമുക്ക് വന്നിട്ട് ഞാൻ വാങ്ങിയത് 70 റുപ്പീസാണെന്ന് തോന്നുന്നു. പക്ഷേ ചിലതൊക്കെ നമുക്ക് പാരീസിൽ നോക്കുമ്പോൾ 50 റുപ്പീസിനുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് പോകണമെന്നുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങും. ബീഡ്സിൻ്റെ കാര്യങ്ങൾ ഇത്രയാണ്. ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ ഇത് ഞാൻ വാങ്ങി. നെക്സ്റ്റ് ഇത് ഞാൻ വേറെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നമുക്ക് വന്നിട്ട് നല്ല രസമുണ്ട്. നമുക്ക് വന്നിട്ട് ലിപ് ബാമൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് സോപ്പൊക്കെ ഞാനിതിൽ മറ്റേ ബട്ടർ പേപ്പറിലൊക്കെ പാക്ക് ചെയ്തിട്ട് ചുമ്മാ നമുക്ക് ഒരു പ്രസൻറ്റായിട്ട് നമുക്ക് വന്നിട്ട് സോപ്പൊക്കെ നമുക്ക് വന്നിട്ട് ബട്ടർ പേപ്പറിലൊക്കെ റാപ്പ് ചെയ്താലും ഒരു റിച്ച് ലുക്ക് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കുമ്പോൾ നല്ലതായിരിക്കും. ഞാൻ മെയിനായിട്ട് സോപ്പ് പ്ലസ് വന്നിട്ട് ലിപ് ബാം ഇതിൽ കൊടുക്കാം എന്നുള്ള പ്ലാനിലാണ് വാങ്ങിയത്. ഞാനിത് അറൗണ്ട് 100 എണ്ണം വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. റെഡ് കളറിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിറയെ കളറിലുണ്ടായിരുന്നു, പിങ്ക്, ഗോൾഡൻ കളർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് റെഡ് കളർ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ റെഡ് കളറിൽ വാങ്ങി. പക്ഷേ ഒരു സ്മെല്ല് ഇല്ല. ഇതും ഞാൻ വേറെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിയതാണ്. നമുക്കിത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുമ്പോൾ തന്നെ അവർ തന്നെ ഇങ്ങോട്ടൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യും. അതിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ആദ്യം വാങ്ങിയതിനെക്കാട്ടിലും ഇവരുടെ അടുത്ത് പ്രൈസ് കുറച്ച് കുറവാണ്, പ്ലസ് വന്നിട്ട് ക്വാളിറ്റി നല്ലതാണ്. ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് കാര്യങ്ങൾ കുറേ കാണിച്ചു തരാം. ഇത് കോളേജ് കുട്ടികളൊക്കെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്ത് വാങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കുറേയൊക്കെ ഓർഡർ വന്നിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്ത് വെച്ചതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് നമുക്ക് ഈ എലാസ്റ്റിക്, നമുക്ക് ഈ ബ്രേസ്ലെറ്റ് ചെയ്യാനുള്ള എലാസ്റ്റിക്. ഇത് പല സൈസുകളിലും വരുന്നുണ്ട്. ലൈക്ക് നമുക്ക് വന്നിട്ട് 0.5, 0.7, 0.1 അങ്ങനെയൊക്കെ, 1 അങ്ങനെയൊക്കെ. ഞാൻ എപ്പോഴും 1 ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ 1 യൂസ് ചെയ്യുമ്പോൾ നല്ല തിക്കാണ്, സ്ട്രോങ് ആണ്. പക്ഷേ ഈ ബ്രേസ്ലെറ്റിൻ്റെ ഇടയിൽ കൂടി നമ്മൾ നോട്ടിടുന്ന പാകം മാത്രം കാണും എന്നുള്ളതേ ഉണ്ട്. പക്ഷേ 1 ആവുമ്പോൾ നമുക്ക് വന്നിട്ട് കുറച്ച് തിക്കായിട്ടിരിക്കും എന്നുള്ളതാണ് ഞാൻ 1 യൂസ് ചെയ്യുന്നത്. ഈ സൈസാണ്. അതുപോലെ തന്നെ ഇത് ഞാൻ ഡയറക്റ്റായിട്ട് ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിലും നമുക്ക് വന്നിട്ട് കുറേ ബീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചിലത് റിപ്പീറ്റഡ് ആണ്, ആൾറെഡി ഞാൻ വാങ്ങിയിട്ടുള്ളതും ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചാംസ് ഒക്കെ കുറേ
തീർന്നു പോയി. അതുകൊണ്ട് ആ ചാംസും കാര്യങ്ങളൊക്കെ കുറേ വാങ്ങി. പിന്നെ എലാസ്റ്റിക്കാണ് നമുക്ക് എപ്പോഴും തീരുന്നത്. എലാസ്റ്റിക് തീർന്നാൽ പിന്നെ ഇവിടെ അടുത്ത കടകളിലും കിട്ടാനുമില്ല. അതുകൊണ്ട് എലാസ്റ്റിക്കൊക്കെ കുറച്ച് ബൾക്കായിട്ട് തന്നെ വാങ്ങി വെച്ചു. ഇത് ഞാൻ ഒരിടത്തു നിന്ന് വാങ്ങിയതല്ല, 2-3 ഇടത്തു നിന്നായിട്ട് വാങ്ങിയതാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.